അസഹ്യമായ തലവേദന നിമിത്തമാണ് ഇവിടെ വന്നത്. വാ വിളിക്കാൻ മേലായിരുന്നു, ആഹാരമൊന്നും ചവച്ചരയ്ക്കാൻ മേലായിരുന്നു. ഇന്നാണ് വർഷങ്ങൾ കൂടിയിരുന്ന് ഞാൻ എൻ്റെ വായിലൊന്ന് ഇതാകുന്നതും എല്ലാം എനിക്ക് എന്തോ ഒരു റിലീഫ് പോലെ വന്നു. ഇപ്പം തന്നെ വേദന വന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് വരുന്നതാണ്. എനിക്ക് അത്ര വേദനയാണ് ഇതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ പേര് രാജീവൻ, ഇതെൻ്റെ ഭാര്യ ബിന്ദു രാജീവൻ. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ തുമ്പോളി എന്ന സ്ഥലത്താണ്. അസഹ്യമായ തലവേദന നിമിത്തമാണ് ഇവിടെ വന്നത്. ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ദീപക് ദേവരാജിനാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ IV ജോർജിനെ കൂടെ കാണുകയുണ്ടായി. അപ്പോൾ അസുഖം ഏകദേശം 2 വർഷത്തോളമായി തുടർന്നതാണ്. അസഹ്യമായ തലവേദന, അതാണ് ലക്ഷണം. പല്ലുവേദനയാണെന്നൊക്കെയാണ് ആദ്യം ധരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ അത് ട്രൈജെർമിനൽ ന്യൂറോളജി എന്ന പ്രത്യേകതര ഒരു അസുഖമാണെന്ന് മനസ്സിലായി. അതിനിപ്പോൾ മരുന്നുകൾ കൊണ്ട് നിങ്ങൾ നോക്കി, മാറ്റം കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ഞങ്ങളിവിടെ സർജറി നടത്തി. സർജറി വിജയകരമായിരുന്നു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം പറഞ്ഞു. എനിക്ക് നല്ല കുറവായിട്ട് വന്നു. എനിക്ക് വാ വിളിക്കാൻ മേലായിരുന്നു, ആഹാരമൊന്നും ചവച്ചരയ്ക്കാൻ മേലായിരുന്നു. ഇപ്പോൾ ഈ 2 ദിവസമായപ്പോൾ തന്നെ എനിക്ക് മുഖത്ത് തൊടാൻ, എൻ്റെ ഒരു സൈഡ് തൊടാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് തൊടാൻ, എനിക്ക് പൗഡർ ഇടാൻ പോലും പറ്റത്തില്ലായിരുന്നു. എനിക്ക് തൊടാൻ, വായിൽ തണുത്ത വെള്ളമൊന്നും കൊള്ളാൻ മേലായിരുന്നു. ഞാൻ ആഹാരം കഴിച്ചാൽ ചൂടുവെള്ളത്തിലാണ് കഴിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്കതെല്ലാം ചെയ്യാം. എനിക്ക് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം. വേദനയെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. ഈ ഒരു സൈഡ് ഇങ്ങനെ മിന്നി പിടിച്ചിട്ടുള്ള വേദന എനിക്ക്. ഇപ്പം എനിക്കതൊന്നും വരുന്നില്ല. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ കേട്ടോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവരൊരു ഒരു ദ്വാരം മാത്രം ഇട്ട് കീ ഹോളിലൂടെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് ആ വേദന പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വേദന ഒന്ന് മാറ്റിത്തന്നാൽ മതി. അത് കാരണം ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ഒരു വേദന ഇതുവരില്ല. അയ്യോ, ആ കീബോളിൻ്റെ വേദന 2 ദിവസം മതി. ഇപ്പോൾ ഒന്നുമില്ല. എനിക്ക് ഇന്ന് തൊട്ട് വേദന ഒന്നുമില്ല. ഇന്നാണ് വർഷങ്ങൾ കൂടിയിരുന്ന് ഞാൻ എൻ്റെ വായിലൊന്ന് ഇതാകുന്നതും എല്ലാം എനിക്ക് എന്തോ ഒരു റിലീഫ് പോലെ വന്നു. ഇപ്പം തന്നെ പണ്ട് എനിക്ക് വേദന വന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് വരുന്നതാണ്. അപ്പം ഞാൻ അന്നേരം പറയും, എനിക്കിവിടെ കുത്തി വലിക്കുന്ന വേദനയാണ്, എന്താന്നെല്ലാം ചോദിക്കും. ഇവർക്കോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകാത്ത വേദനയായിരുന്നല്ലോ. പക്ഷെ ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി വലിക്കുമായിരുന്നു. അപ്പം അന്നേരം തന്നെ നമ്മൾ ദീപകിനെ കണ്ടപ്പോൾ ദീപക് പറഞ്ഞിട്ടുണ്ടാകും, ഇത് ആദ്യം ആ വേദനയ്ക്ക് ഗുളിക തരാമെന്ന് പറഞ്ഞു ഓരോന്നും ഡോസ് കൂട്ടി തന്ന്. അന്നേരം ദീപക് ഡോക്ടർ പറഞ്ഞ് ഇനിയും കൂട്ടി അവസാനം 5 ഗുളിക 6 ഗുളികയൊക്കെ എടുക്കണം. ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ക്ഷീണവും കുറച്ച് ചിലപ്പോൾ 3 മാസം മാറി നിൽക്കും. അത് കഴിഞ്ഞ് വരുന്നത് പിന്നെയും കിട്ടും ആദ്യം. പിന്നെ ഇപ്പോൾ എനിക്ക് ഇപ്പം 3 മാസം കൊണ്ട് ഞാൻ ഇന്നലെ ഓപ്പറേഷന് മുന്നെയാണ് തല നനയ്ക്കുന്നത്. തല നനച്ചാൽ അന്നത്തെ ദിവസം എനിക്ക് കിടക്കാൻ നല്ല വേദന കൊണ്ട് രാത്രി. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിന് അറിയാം. അണ്ണന് മാത്രം എല്ലാ കാര്യവും അറിയത്തില്ല. വേദന വരുമ്പോൾ കുറേ നേരം, ചില രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാറില്ല. തലവെക്കും വേദന വരും, പിന്നെ ചാരി കുറച്ച് നേരം ഇരിക്കും. കുറച്ച് നേരം ചാരി ഇരുന്ന് കഴിയുമ്പോൾ വേദന വരും. എന്നാലും പിന്നെ നെറ്റ് ചെയ്തിരുന്നു. ഞാൻ ഉറങ്ങാറില്ലായിരുന്നു ഈ 2-3 മാസമായിട്ട്. ഈ 2 മാസമായിട്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര കരണ്ടടി പോലെ. ഇവിടെ വേദനയില്ല, ഇവിടെ ഇങ്ങനെ കരണ്ടടിക്കുന്ന കണക്ക് വന്നപ്പോൾ പറഞ്ഞ് എനിക്കിനി ഇത് സഹിക്കാൻ മേലെയെന്നും പറഞ്ഞ് ഞാൻ തുള്ളുമായിരുന്നു. അപ്പം ഇവിടെ വന്ന് ഡോക്ടർ ദീപക് ഞങ്ങളുടെ വലിയ റിലേഷനും കൂടാണ്. അപ്പം ഡോക്ടർ പറഞ്ഞ് വേണ്ട, അതിന് നമുക്ക് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഡോക്ടറെ ചെന്ന് കണ്ട്
അന്നേരം ഉടനെ ഞങ്ങളെ അങ്ങോട്ട് വിട്ടപ്പം ഐ.പി. സാറ് പറഞ്ഞു നമുക്കിത് ശരിയാക്കാം, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, നമുക്ക് ശരി. ഇവർ ഓപ്പറേഷൻ കേട്ടോ, ഞാൻ അയ്യോ എന്നെ ചെയ്തോന്ന് പറഞ്ഞു ഓപ്പറേഷൻ. എന്താ പറയുക, എന്നാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വന്ന് ചെയ്തതാണ് എനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. തലേന്ന് എന്തോ പോയാണ് കൈ തലയുടെ ഒരു വശം എനിക്ക് ഇവിടെ ചീകാൻ മേല, ഒന്നും മേലാതെ ഇങ്ങനെ ഞാൻ ഒന്നും ഈ സൈഡിൽ കൊള്ളിക്കാതെ തല വിയർക്കുമ്പം നടുക്കളെ കയറി എന്ന് തല വിയർത്താൽ എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റിയ ചൂടടിക്കാൻ മേലെ, തണുപ്പ് കൊള്ളാൻ മേലെ, അങ്ങനത്തെ അവസ്ഥ. അധികം ചൂടായാൽ അന്ന് വേദന, അധികം തണുപ്പ് വന്നാൽ അന്ന് വേദന. ഫാനിട്ട് കിടക്കാനൊക്കെ AC എന്ന് പറയുന്ന ആ സ്ഥലത്തോട്ടേ പോകാനൊക്കത്തില്ല. AC കാലിലോട്ട് കയറിയാൽ ഞാൻ ഉടനെ തന്നെ പുറത്തിറങ്ങി. എനിക്ക് അന്നാരം വരെ ഇങ്ങനെ കുത്തി ഫാൻ ഇടാൻ മേലെ അറിയത്തി. പിന്നെ ഒന്നിലൊക്കെ ഇട്ട് ആണ് ഞാൻ കിടക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ കുറേ സഹിച്ചാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ AC ഇട്ടുകൊണ്ടായിരിക്കുന്നത്. ഇതുവരെ ഇവർക്ക് എൻ്റെ ഹസ്ബൻഡിനും മോനും ഒക്കെ അതിശയം ഞാൻ ഇത്ര AC-യിലിരിക്കുന്നതും ഇത്ര ഫാൻ കൊള്ളുന്നതും ഒക്കെ. ഞാനിങ്ങനെ ഒന്നും കൊള്ളാറില്ല. ഇവരെല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ മാറിയേ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വേദനയാണ് ഇതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നത്. ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും, കാരിത്താസ് ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും നല്ല സമീപനമായിരുന്നു ഞങ്ങളോട്. അതിലൂടെ പരാതിക്കും ഇട നൽകിയിട്ടില്ല. ICUവിലും എല്ലാം നല്ല ICUവിൽ ഒരു പ്രത്യേക നേഴ്സ് വന്ന് എനിക്കായിട്ട് മാത്രം നിന്ന് എല്ലാം ചെയ്തു തന്ന് എല്ലാവരും എപ്പോഴപ്പോൾ ഓരോന്നും വന്ന് നോക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഇവിടെ അത് കണക്ക് തന്നെ. അതുങ്ങൾ ഒന്നും നമ്മൾ പറയുക പോലും വേണ്ട, എല്ലാം വന്ന് വേദനയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അത് കാരണം ഇപ്പം അതെല്ലാം അവരങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വേദനയെ അനുഭവിച്ചില്ല.